അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? മാനുവൽ ലവ് സ്റ്റോറിൻ്റെ വിശേഷം ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം, പുറത്തുനിന്നുള്ളൊരു കാഴ്ച. ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്, കണ്ടോളൂ കേട്ടോ. വീടിന്റെ അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന എനിക്ക് അറിവിന്റെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ലോകം പകർന്നു തന്നത് എന്റെ സ്നേഹതീരമാണ്. ഞാൻ എന്റെ സ്നേഹതീരത്തിലേക്ക് കടന്നു വരുന്നത് 2011 ജൂൺ 6-ാം തീയതിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സന്തോഷവതിയാണ്. അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു ചിരകാല അഭിലാഷം പോലെ ഹൃദയത്തിൽ പേറിയ ഒരാഗ്രഹമായിരുന്നു എന്റെ സ്നേഹതീരത്തിന് സ്വന്തമായി ഒരു സ്ഥലവും കെട്ടിടവും വേണമെന്നത്. അൽഹംദുലില്ലാ, ഇന്ന് ഒരുപാട് സന്മനസ്സുകളുടെ സഹായം കൊണ്ട് ഏകദേശം അത് പൂർത്തീകരിക്കാനായിരിക്കുന്നു. സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ള ഒരു വേദി അതിലേറെ സങ്കടമുള്ളതാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള, പാർപ്പിടം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കുടിവെള്ളം എന്നതും. മേപ്പാടി ലവ് സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം എന്നത് വലിയൊരു വെല്ലുവിളിയായി തന്നെ നേരിട്ടിരുന്നു. കാരണം ലവ് സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ വാടക കെട്ടിടത്തിലാണ് 16 വർഷമായി ഞങ്ങളുടെ സ്നേഹതീരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നേരിട്ട പ്രതിസന്ധികളിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു കുടിവെള്ളം എന്നത്. കാരണം ഞങ്ങൾ കുടിവെള്ളത്തിനു വേണ്ടി ആശ്രയിച്ചിരുന്നത് പഞ്ചായത്ത് പൈപ്പുകളെയും നല്ലവരായ നാട്ടുകാരുടെ സന്മനസ്സുകളെയായിരുന്നു. എന്നാൽ ഇന്ന് ഇതെല്ലാം സാധ്യമാകുമ്പോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വേണ്ടതെല്ലാം ഇവിടെ സാധ്യമാകുമ്പോ, ഈ കുടിവെള്ളം എന്ന ദാനം ചെയ്ത മനുഷ്യൻ ഇന്ന് നമ്മളോടൊപ്പമില്ല. നമ്മുടെ പ്രിയ ആരിസ്ക, വേദനയോടുകൂടിയും സങ്കടത്തോടു കൂടിയും അദ്ദേഹത്തെ ഓർക്കുന്നു. ഈ പാനീയം നമുക്ക് നൽകിയ ആരിസ്കയ്ക്ക് ഇതിലേറെ മധുരമുള്ള പാനീയമാണ് നമ്മുടെ സ്വർഗത്തിലെ ഔദുൽ കൗസർ എന്നത്. അത് ആവോളം നുകർന്ന് സന്തോഷകരമായ ഖബർ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒപ്പം നമുക്കും ഈ വേർപാട് ഉൾക്കൊള്ളാനും അത് സഹിക്കാനുമുള്ള കരുത്ത് നൽകട്ടെ. കാരണം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്